ഹലോ നമസ്കാരം. ഞാനിന്ന് ഒരു കുക്കിംഗ് വ്ലോഗാണ് ചെയ്യുന്നത്. കുക്കിംഗ് എന്ന് വെച്ചാൽ വെറൈറ്റീസ് ഒന്നുമില്ല, നമ്മളൊക്കെ എല്ലാവരും ഡെയിലി വീടുകളിൽ കഴിക്കുന്ന ചോറും കറികളൊക്കെ തന്നെ. അപ്പം നമുക്ക് നമ്മുടെ വ്ലോഗിലോട്ട് പോവാം. ആദ്യമായിട്ട് നമ്മൾ പാൻ ചൂടാക്കുകയാണ് ചെയ്യേണ്ടത്. ചീനിച്ചട്ടി ചൂടാക്കണം. അതിന് ശേഷം എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായിട്ട് കടുക് ഇടുന്നു. പിന്നീട് കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമ്മളെ കൊച്ചുള്ളി അരിഞ്ഞതും കൊടുക്കാണ്. തീ ഒന്ന് മാറ്റി വയ്ക്കണം. മുളക്, ചൂടായിട്ട് നമുക്ക് കറിവേപ്പില കൊടുക്കാം. കടുക് പൊട്ടി വരുന്നതേ ഉള്ളൂ. കറിവേപ്പിലിട്ട് ഇപ്പം ഞാൻ രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ടാണ് കടുക് താളിച്ചത്. ഒന്ന് തോരത്തിനും ഒന്ന് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടാണ്. ഇതിന്ന് പുളിശ്ശേരിക്ക് ആവശ്യമുള്ള ഇതങ്ങ് താളിച്ച കറി തന്നെയാണ് നമുക്ക് ആക്കിയെടുക്കാം. ഇനി നമുക്ക് തോരത്തിനായിട്ട് സവോള അരിഞ്ഞത് ഇട്ടെടുത്താണ്. ഒരു സവോളയാണ് അരിഞ്ഞത്. ഞാനിവിടെ വയ്ക്കുന്നത് ചീരത്തോരനാണ്. സ്വല്പം ഉപ്പും കൂടെ ചേർക്കാം. ഇതൊന്നും എനിക്ക് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. കണക്കൊന്നും പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. എൻ്റെ ഒരു സൗകര്യമാണ്. ഉപ്പായാലും മുളകായാലും എൻ്റെ ഒരു ഇതാണ്. ഏതാണ്ടൊക്കെ ശരിയായിട്ട് വരും. കുക്കിങ് ഭയങ്കര എക്സ്പെർട്ടൊന്നും അല്ല, എന്നാലും കുറ്റം പറയാണ്ട് അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്നതാണ് എൻ്റെ സ്വയം ഒരു വിലയിരുത്തലും. ചേട്ടനും എൻ്റെ കുക്കിങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. അമ്മ അവരെല്ലാവരും ഓക്കെയാണ്. അമ്മായി അവരെല്ലാവരും എൻ്റെ കുക്കിങ്ങിൽ വളരെ കംഫർട്ട് എന്നാണ് അവർ പറയുന്നത്. ഈ ബിഫോർ മാരേജ് ഞാനൊരു കുക്കി ആയിരുന്നില്ല കേട്ടോ. കുക്കിംഗ് എന്ന് വെച്ചാൽ എനിക്ക് കല്യാണം കഴിച്ചുകൂടെ ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചു വരുമ്പോൾ എനിക്ക് ആകെ അറിയാവുന്നതെന്ന് വെച്ചാൽ ഒരു ചായ ഉണ്ടാക്കാൻ അറിയാം. ചിലപ്പം ചായക്ക് കടുപ്പം കൂടും, ചിലപ്പം ചായക്ക് കടുപ്പം കുറയും. പിന്നെ എനിക്ക് മുട്ട പൊരിക്കാൻ അറിയാം, ചോറ് വയ്ക്കാൻ അറിയാം. ബാക്കി ഒന്നും ഞാനിന്ന് ചീര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അരിഞ്ഞ ചീരേൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയൊന്നും കുക്ക് ചെയ്യാൻ അറിയത്തില്ല. പക്ഷേ ഞാനൊരു അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കുക്ക് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ചേട്ടൻ്റെ അമ്മയ്ക്കാണ്. കാരണം എന്ന് വെച്ചാൽ അമ്മയാണ് എന്നെ കുക്കിംഗ് ഒക്കെ പഠിപ്പിച്ചത്. ചേട്ടൻ്റെ അമ്മയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ അമ്മയുടെ വീട്ടിൽ എന്നെ ആക്കിയിട്ടാണ് ചേട്ടൻ പോകുന്നത് ഗൾഫിലോട്ട്. അപ്പം ചേട്ടൻ്റെ അമ്മയാണ് കുക്കിങ്ങിനെയൊക്കെ എൻ്റെ എക്സ്പെർട്ട്. എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഞാനൊരു കുക്കിംഗ് എക്സ്പെർട്ടായതിൻ്റെ പേരിൽ പിന്നിൽ പ്രധാനമായിട്ടും എൻ്റെ സ്വന്തം മദറിലയാണ്. നമുക്കിത് അടച്ചു വയ്ക്കാം. തോരന് അടുപ്പിലിരിക്കുകയാണ്. ഇനി നമുക്ക് കിഴങ്ങുണ്ട്. കിഴങ്ങിന്
അരപ്പ് ചേർക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇതൊക്കെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും അറിഞ്ഞുകൂടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇതൊക്കെ എൻ്റെ ഒരു തോന്നലുകളാണ്. ഇത്ര മതിയാവും എന്ന് എൻ്റെ മനസ്സിൽ തോന്നും. ചിലപ്പോൾ ഇത് എടുത്തിട്ട് ബാക്കി കളയും. അതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ ആയിരിക്കില്ലേ, നോക്കാം. കളിയാക്കരുത് കേട്ടോ ആരും. കൊള്ളാമെങ്കിലും കൊള്ളൂലെങ്കിലും കമൻറ്റ് പോസിറ്റീവ് കമൻ്റ് ആയിരിക്കണം. നിങ്ങളെയൊക്കെ ഇങ്ങനെയാണ്. ഇത് കിഴങ്ങിളക്കുന്ന തുടുപ്പെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതാണ്. പക്ഷേ എങ്കിൽ അതല്ല. ഇത് എൻ്റെ ആൻറ്റിമാരൊക്കെ ഭയങ്കര ഡാൻസേഴ്സാണ്. പക്ഷേ എനിക്കൊരു സ്വല്പം പോലും ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പോലും അറിയത്തില്ല കേട്ടോ. ഒരു ഡാൻസ് കളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ താളം പിടിക്കാനായിട്ട് കൊട്ടാനൊരു സാധനം ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങൾ അമ്മയുടെ കുടുംബ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോഴേ അവിടെ നിന്ന് ഇവരൊക്കെ ഡാൻസൊക്കെ കല്യാണം കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ ഡാൻസൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ ഒരു സാധനമാണ് ഇത്. അല്ലാണ്ട് കിഴങ്ങിളക്കാനാണ് പക്ഷേ ഞാനിതിപ്പോൾ ഉപയോഗിക്കുന്നത്. കിഴങ്ങിളക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇത് വളരെ പണിയുള്ളൊരു പാടാണ്. എനിക്ക് ഏറ്റവും എൻ്റെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ് ഈ കിഴങ്ങിളക്കൽ എന്ന് പറയുന്നത്. ഞാൻ പല കോലങ്ങളും കാണിക്കും. ആദ്യമേ ഞാൻ കിഴങ്ങ് വേവിക്കുന്നത് ഒരു ചരുവത്തിലാണ്. എന്നിട്ട് അതിലിട്ട് എനിക്കിങ്ങനെ ഇളക്കാനുള്ള അറിഞ്ഞൂടാ. കുക്കറൊക്കെ എനിക്ക് പേടിയാണ് കിഴങ്ങൊക്കെ ഇങ്ങനെ വേവിക്കാനായിട്ട്. എന്നിട്ട് ഇളക്കാൻ എളുപ്പത്തിന് ഞാനിങ്ങനെ കിഴങ്ങ് വെള്ളം ഊറ്റത്തില്ലേ, അപ്പോഴത്തേക്ക് ഈ കലത്തിലോട്ട് എടുത്തിടും. കലമാകുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ പിടിച്ചൊക്കെ ഇളക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം കണക്കാക്കിയാണ്. ഗൈസ്, ഞാൻ ആ പണിയെന്ന് പറയാൻ പറ്റത്തില്ല, ടാസ്ക് വളരെ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കിഴങ്ങ് കറി വയ്ക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഇതിൽ എന്താണ് ഇത്ര അത്ഭുതമെന്ന്. പക്ഷേ എന്നെ സംബന്ധിക്കുന്നിടത്തോളം ഓരോ തവണയും ഞാൻ ഈ കിഴങ്ങ് കറി വയ്ക്കുന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ്. ഞങ്ങളിവിടെ പാല് കാച്ചി മാറിയ സമയത്ത്, അതായത് ഒറ്റയ്ക്ക് പാകം ചെയ്യുന്ന സമയമായപ്പോഴത്തേക്ക് ചേട്ടൻ ഇങ്ങനെ കിഴങ്ങ് വല്ലതുമൊക്കെ നാട്ടിൽ നിൽക്കുമ്പോൾ മേടിച്ചുകൊണ്ട് വരുമ്പോൾ വേവിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്കറിയാം, പക്ഷേ എൻ്റെ കറക്റ്റ് വേകുന്നൊരു പരുവം അറിയത്തില്ല. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വെന്ത് ഏതാണ്ട് തുടങ്ങുമ്പോഴേ ഞാൻ ഓരോ പീസ് വീതം സ്പൂൺ വെച്ചെടുക്കും, തിന്നു നോക്കും. അവസാനം എൻ്റെ മനസ്സിൽ തോന്നി ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടോ എന്ന് തോന്നുമ്പോഴത്തേക്ക് ഞാനിതങ്ങ് നിർത്തും. അപ്പോൾ ഇതെന്തായാലും ഓക്കെ ആയിട്ടുണ്ട്. നാണം കിടാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കേ. നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ എന്തോ വെക്കുന്നത്, എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാനിതിപ്പോൾ എൻ്റെ എൻ്റെ അമ്മയും മദറില്ലായൊക്കെ കണ്ടിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അമ്മയെ കളിയാക്കി മമ്മി എന്നൊക്കെ വിളിക്കും. ചൂടാക്കേ സ്വപ്പം. അപ്പോൾ ഗൈസ്, എൻ്റെ ചീര ഏതാണ്ടൊക്കെ വെന്തിട്ടുണ്ട്. ഇതിന് അരപ്പ് ചേർക്കേണ്ട സമയമായി. അരപ്പ് ചേർക്കേണ്ടത് എല്ലാവരും തോരത്തിന് ചേർക്കുന്നത് ജീരകമൊക്കെ ചേർക്കും. പക്ഷേ എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. പിന്നെ പക്ഷെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീരകമൊക്കെ ചേർക്കും. അതുകൊണ്ട് ഞാനിപ്പം തൽക്കാലം മഞ്ഞൾപ്പൊടിയും, നിങ്ങളൊക്കെ കുരുമുളക് പൊടി തോരത്തിനൊക്കെ ചേർക്കും, പക്ഷേ ഞാനൊരു സ്വല്പം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യും. മഞ്ഞൾപ്പൊടിയും കൂട്ടി തോരത്തിനൊക്കെ ഞാൻ തേങ്ങ വളരെ ചെറുതായിട്ട് ചിരണ്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിക്സിയിലടിക്കത്തില്ല, എനിക്കത് ഇഷ്ടമല്ല. ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് ആരും പറയല്ല കേട്ടോ, പോസിറ്റീവ് കമൻറ്റ്. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ചാനലും കണ്ട് എന്നെയും കളിയാക്കി ഇരിക്കാണ്ട് എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നീട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയണം ഇങ്ങനൊരു ചാനലുണ്ടെന്ന്. മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പം ചാനലിൻ്റെ പേര് പറയണ്ടേ, അശ്വതീസ് ലൈഫ് ഡ്രീം വിത്ത് നിധി.
അപ്പം നമ്മുടെ തോരനൊക്കെ ഏതാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ഒരു സ്വല്പം, അത് എൻ്റെ സ്വന്തം ഇഷ്ടമാണ്. ഇനി നിങ്ങളുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ലേ. ഒരു പിഞ്ച്, ഒരു സ്വല്പം ഇട്ട് കൊടുക്കേ. ഓക്കെ, അപ്പം കിഴങ്ങ് കറിയായി. നോക്കട്ടെ, കിഴങ്ങ് കാണിച്ച്. കിഴങ്ങ് കറിയായിട്ടുണ്ട്, തോരനായിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ആ കിഴങ്ങിൻ്റെ അതങ്ങ് മാറ്റാം അല്ലേ, അതങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ചീരത്തോരൻ 2 മിനിറ്റിനകം വെച്ചാകുമ്പോഴത്തേക്ക് നമുക്ക് മീൻ കറിയുടെ കാര്യം നോക്കാം. മീൻ കറിക്ക് കുറച്ചുള്ളി, 2 പീസ് വെളുത്തുള്ളി, അതാണ് എൻ്റെ കണക്ക്. ഇട്ടിട്ട് ആദ്യം മുളക് പൊടി, ഇത് ഉലുവാപ്പൊടിയായിപ്പോയി. മല്ലിപ്പൊടി. ആരും കളിയാക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനലിൻ്റെ പേരറിയാമല്ലോ, അശ്വതീസ് ഡ്രീം വിത്ത് നിധി. മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നീട് കുരുമുളക് പൊടി. ഞാൻ ഈ മീൻ കറിക്ക് കുരുമുളകിൻ്റെ പൊടി ഒരു സ്വല്പം അധികം ചേർക്കും കേട്ടോ. എനിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. എന്നിട്ട് ഇച്ചിരി പുളിയും കൂടെ ചേർക്കാം. എന്നിട്ട് ഞാൻ അടിക്കാം. ഒരടി അടിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കണേ. ഞാൻ ഈ തേങ്ങ സൗകര്യത്തിന് അത്യാവശ്യത്തിന് എടുക്കാനായിട്ട് ഈ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നതാണ്. തേങ്ങ ഇട്ടിട്ട് കൂടെ ഇടാം. നമുക്കിനി മിക്സിയിലടിക്കാത്ത വെള്ളവും കൂടെ ചേർത്ത് തേങ്ങയൊക്കെ അരച്ച് ഇനി നമുക്ക് ചട്ടിയിലോട്ട് മിക്സിയിൽ നിന്ന് അരപ്പൊഴിച്ച് കൊടുക്കണം. ഓക്കെ, ഞാൻ ഒരു കാര്യം മറന്നുപോയി കേട്ടോ. ഞാൻ ഉപ്പിടാനായിട്ട് മറന്നുപോയി. അപ്പം നമുക്ക് ഉപ്പെടുക്കാം. ഉപ്പിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക്, തക്കാളി ഇതൊക്കെ ഇതിലോട്ട് കൊടുക്കേ. ഞാൻ അവിടെ ആയിരുന്നു. മീൻ്റെ കറിയാണ്. മീൻ ഇട്ടിട്ടില്ല കേട്ടോ, കറി മാത്രമേ ആയിട്ടുള്ളൂ. കറി മാത്രമായില്ല, സോറി. ഇങ്ങനെ അരപ്പ് മാത്രമേ ഇങ്ങനെ തിളക്കട്ടെ. അരപ്പ് തിളച്ചിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. സൊപ്പക്കുട വെള്ളം വേണം, സൊപ്പക്കുട വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ശരി. അപ്പോഴത്തേക്ക് നമ്മളെ തോരൻ റെഡിയായിരിക്കുകയാണ്. ഒരിളക്കും കൂടെ ഇളക്കിയിട്ട് പുള്ളിയും താഴെ ഇറക്കാം. അപ്പോൾ ചാനലിൻ്റെ പേരാരും മറക്കണ്ട, അശ്വതീസ് ഡ്രീം വിത്ത് നിധി. ഈ പേര് ഡ്രീം വിത്ത് നിധി എന്നിട്ടത് കൊണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതിൻ്റെ ഒരു റിപ്ലൈ ഞാൻ പറയാം. ആരും ചോദിച്ചിട്ടില്ല, കമൻറ്റ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ പറയാം. ഇതെൻ്റെ ഒരു ഡ്രീമാണ്. ഈ ചാനലെന്ന് പറയുന്നത് എൻ്റെ എക്കാലത്തെ ഒരു വലിയൊരു ഡ്രീമാണ്. സോ ഞാൻ അതിനെന്ത് പേരിട്ടു? അശ്വതീസ് ഡ്രീം വിത്ത് നിധി. അപ്പം തോരൻ ഓക്കെയാണ്. നമുക്ക് തോരൻ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ആ മീൻ കറി വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പുളിശ്ശേരി വയ്ക്കാം. പുളിശ്ശേരിക്ക് ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ എന്താണെന്നറിയാമോ? ഇത് നമ്മുടെ സ്വന്തം വീട്ടിൽ പിടിച്ച ഉണ്ടോളമാണ്. പുളിശ്ശേരിക്കിടാം അല്ലേ? ഇട്ട് തേങ്ങ ഇട്ടു, തിരിച്ച മതി എല്ലാം. ഇനി നമുക്ക് ഉപ്പിടാം. എന്നിട്ട് ഞാൻ പോയി മിക്സിയിൽ അടിച്ചിട്ട് വരട്ടെ.
ഇനി അരപ്പിലോട്ട് ഞാൻ തൈരാണ് ഒഴിക്കുന്നത്. തൈര് ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയി, ഭയങ്കര ഓർമ്മശക്തിയാണ് കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടെ മടിച്ചിട്ട് വരേ. അപ്പം പുളിശ്ശേരി നേരത്തെ നമ്മൾ കടുക് താളിച്ച് വെച്ചിരുന്നില്ല, അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ്. ഇനി ടേസ്റ്റ് ഉണ്ടോ ഉപ്പൊക്കെ ഓക്കെയാണോ ഞാനൊന്ന് നോക്കട്ടെ. ഉപ്പ് ഓക്കെയാണ്. മഞ്ഞ ചെറിയ കുറവുണ്ട്, ഇവിടെ മഞ്ഞപ്പൊടി ഇട്ടോളാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം അല്ലേ പുളിശ്ശേരി. അപ്പോഴത്തേക്ക് ഞാൻ പാത്രവും കഴുകിയാണ്. ഓക്കെ, അപ്പം പുളിശ്ശേരി ഓക്കെ ആയിട്ടുണ്ട്. തിളയ്ക്കണ്ടല്ലേ, ചൂടായാൽ മതിയല്ലേ ഇളക്കാം. ഓക്കെ, ഓഫ് ചെയ്ത്. അപ്പം ചോറായി, പുളിശ്ശേരിയായി, കിഴങ്ങ് കറി വെച്ചതായി, പിന്നെ തോരനായി. ഇനി നമ്മുടെ മീൻ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി മീനിൻ്റെ പീസ് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. വങ്കട മീനാണ്. എനിക്കിത് കണ്ടിക്കാനായിട്ട് ഭയങ്കര പാടാണ്, അതിൻ്റെ തോല് പൊളിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചെയ്യണേന്ന് വെച്ചാൽ, എന്നാണോ വങ്കട മേടിക്കുന്നത് അന്ന് അതിനെ കണ്ടിക്കത്തില്ല, അന്ന് വയ്ക്കത്തുമില്ല. അതിനെ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും, ഫ്രീസറിൽ വെച്ചിട്ട് ഇന്ന് മേടിക്കുമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വെള്ളത്തിലിടത്തില്ല, വെള്ളത്തിലിടും മുന്നേ പിന്നെ തോല് പൊളിക്കും. അങ്ങനെ തോല് പൊളിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് വരും. ഇതൊരു ടിപ്പാണ്. അങ്ങനെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ടിപ്പുകൾ ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അങ്ങനെ ഞാൻ എന്താണ് ചെയ്തത്, ഇന്നലെ മേടിച്ച വങ്കട ഫ്രീസറിൽ വെക്കണം, മീൻ ഫ്രിഡ്ജിൽ വെക്കണം. വെച്ചിട്ട് ഇന്ന് രാവിലെ എടുത്തിട്ട് മീൻ വെള്ളത്തിലിടാണ്ട് ആദ്യമേ തോല് പൊളിക്കും. തോല് പൊളിക്കുമ്പോൾ നമ്മൾ കൈ തണുക്കും കേട്ടോ, ഇങ്ങനെ പിടിക്കുമ്പോൾ. എനിക്ക് മീൻ കണ്ടിക്കുന്ന ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ മീൻ കണ്ടിക്കുന്നുണ്ട് ചിരി വരും. ഞാൻ വളരെ കഷ്ടപ്പെട്ടിരിക്കണ ഈ മീൻ കണ്ടിച്ചെടുത്തത്, എന്നിട്ട് കണ്ടിച്ച്. അപ്പം പാടില്ല, തോല് പൂർണ്ണമായിട്ടും പൊളിഞ്ഞു വരും. അല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇളവി പോവും എൻ്റെ നിന്ന്. ഇനി ഞാൻ അപ്പോഴത്തേക്ക് കടുക് താളിക്കാം അല്ലേ. എനിക്ക് ഒരു തൊണ്ടയിൽ ഒരു കിച്ച് ഉണ്ട്, അതുകൊണ്ട് ശബ്ദം അത്ര ഇതല്ല, നല്ല സ്വീറ്റ് വോയിസ് ആയിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ വോയിസ് വളരെ റഫായി മാറിയിരിക്കുകയാണ്. നോർമലി ഞാൻ എപ്പോഴും കടുകൊന്നും മീൻകറിക്ക് താളിക്കത്തില്ല. എനിക്ക് തോന്നും ഇന്ന് താളിക്കണമെന്ന് തോന്നുമെങ്കിൽ താളിക്കും. പക്ഷേ ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ താളിക്കും, ഇല്ലെങ്കിൽ ഞാനും കുട്ടികളും മാത്രമാണെങ്കിൽ താളിക്കത്തൊന്നുമില്ല കേട്ടോ. ചേട്ടനൊക്കെ ഉണ്ടെങ്കിലാണ് വെറൈറ്റീസും സ്പെഷ്യൽ ഡിഷസൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇതിപ്പം നോർമൽ ഫുഡ്. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് വരും ദിവസങ്ങളിൽ ഞാൻ കുറേ വെറൈറ്റീസുമായി വരുന്നതാണ്. അപ്പോഴും മറക്കണ്ട, എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, അശ്വതീസ് ഡ്രീം വിത്ത് നിധി. പിന്നീട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെടണം,
ഇഷ്ടപ്പെട്ടാലും വിട്ടില്ലെങ്കിലും നെഗറ്റീവ് കമൻസ് പറയല്ലേ, എനിക്ക് വിഷമാവും. പോസിറ്റീവ് കമൻസ് മാത്രമേ പറയാവൂ. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയണം, റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറയണം, ഇങ്ങനെ ഒരു ചാനലുണ്ട് എന്ന് പറയണം. അവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. പിന്നെ ലൈക്ക് ഇടണം, കമൻ്റ് ഇടണം. പിന്നെ നിങ്ങൾക്കറിയാവുന്ന എൻ്റെ ഈ കുക്കിങ്ങിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരമൊക്കെ വന്ന് കാണും. ആ പൊട്ടത്തരമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റൊക്കെ പറഞ്ഞു. എനിക്കത് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോഴും നമ്മളെ കടുകും താളി വന്നിട്ടുണ്ട്. നോർമലി ഉള്ളിയൊക്കെ അരിഞ്ഞിടുന്നതാണ്. ഇന്ന് ഞാനതങ്ങ് മറന്നുപോയി. ടെൻഷനുണ്ട് കേട്ടോ, ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞില്ലേ, ഫസ്റ്റ് എനിക്ക് ഭയങ്കര പാടാണ്. എനിക്ക് എന്തുവാണ് ഈ സ്റ്റാർട്ടിങ് ട്രബിൾ വല്ലാണ്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ഞാൻ ഓക്കെയാണ്. അപ്പം നമുക്കതങ്ങ് ഒഴിച്ചു കൊടുക്കാം അല്ലേ, എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. മീൻ കറിക്ക് ഇളക്കുകയാണ് ഗൈസ്. ഇളക്കട്ടെ. നമുക്കൊന്ന് ഇളക്കിയിട്ട് സിമ്മാക്കി കൊടുക്കാം. മീൻ കിടന്ന് വേകട്ടെ, നന്നായിട്ട് വറ്റി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഗൈസ് മീൻ കറിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമുക്കിനി അത് സെർവ് ചെയ്താൽ മതി. അപ്പോഴേ ഞാൻ ഓഫ് ചെയ്യണേ. അപ്പം ചോറൊക്കെ ഇടയണേ. ചോറൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിധിയുടെ ഫേവറേറ്റ് പ്ലേറ്റാണ്. നിധിക്ക് ഈ പ്ലേറ്റ് കഴിച്ചാൽ ഓക്കെ ആണത്തുള്ളൂ. ഇതെൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് ഈ പ്ലേറ്റ് കഴിക്കണം. ഞാനത് അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് കേട്ടോ. അതുമാത്രമല്ല, മറ്റേത് ഫുഡിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്, എത്ര കഴിച്ചാലും മതി വരാത്ത ഫുഡെന്ന് പറഞ്ഞാൽ ചോറാണേ. ഞാൻ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ചോറ് കഴിക്കും, ചിലപ്പോൾ ഇത്ര ചോറ് കഴിക്കത്തില്ല. ഇത് മാങ്ങാച്ചാറ്. ഇത് അമ്മ കൊണ്ടുതന്ന മാങ്ങാച്ചാറാണ് കേട്ടോ, അമ്മയുടെ സ്പെഷ്യൽ മാങ്ങാച്ചാറ്. പിന്നീട് നമുക്ക് അടുത്തെന്തിനാണ് നമ്മുടെ കിഴങ്ങെടുക്കാം. അയ്യോ ഇളവ് നിൽക്കി. എനിക്ക് വളരെ കുറച്ചേ കിഴങ്ങ് കഴിക്കത്തുള്ളൂ. എനിക്ക് ഫുഡ് കഴിക്കുന്ന ഭയങ്കര വിഷമമാണ് കേട്ടോ. തോരനെടുക്കേ. ഇനി നമ്മുടെ പുളിശ്ശേരി ഒന്ന് ഇളക്കിയ ശേഷം ചോറിലോട്ട് ഒഴിക്കുക. ഇതൊക്കെയാണ്. ഇനി ഇതിലേക്ക് ഓക്കെ. ഇനി നമ്മുടെ മീൻകറി. മീൻകറി ഇതിക്ക് ഒരു പീസ് മതി, കറി അധികം കഴിക്കത്തില്ല. ഞാനും കറി കഴിക്കുന്നത് വളരെ വിഷമമുള്ള കൂട്ടത്തിലാണ്. എരി ഞാൻ വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. സാധാരണ ലഞ്ചിന് ഉച്ചയൂണിന് ഇത്ര കറികളൊന്നും ഉണ്ടാകത്തില്ല. സാധാരണ എൻ്റെ മീൻ കറി എന്നും വയ്ക്കുന്നതൊന്നുമില്ല, എന്നൊന്നും വയ്ക്കത്തില്ല. മീൻ കറി വല്ലപ്പോഴൊക്കെ വയ്ക്കത്തുള്ളൂ കേട്ടോ. ഞാൻ ഇടവാലോട്ട് വല്ലപ്പോഴേ പോകത്തുള്ളൂ. പോകുമ്പോഴത്തേക്ക് ഇച്ചിരി തോന മീൻ മേടിച്ചുകൊണ്ട് വരും. ഒരു 3-4 ദിവസമൊക്കെ കറി വയ്ക്കും. പക്ഷേ ഇന്നലെ ഞാൻ പോയ കൂട്ടത്തിൽ മീൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇനി നാളത്തേക്കും കറി ഉണ്ടാവും. ഈ കറിയുടെ ബാലൻസ് നാളെ ഉണ്ടാവും.
പിന്നീട് കിഴങ്ങും വല്ലപ്പുഴിയേ വയ്ക്കത്തുള്ളൂ. സാധാരണ ഞങ്ങളുടെ സ്ഥിരം മെനു വരുന്നത് അച്ചാർ, തോരൻ, ചമ്മന്തി, തൈര്, അതൊക്കെ നമ്മുടെ സ്ഥിരം മെനു. ഇതിന്ന് നിധി കുറച്ച് ദിവസം കൊണ്ട് പറഞ്ഞ ഒരു 2-3 കറിയും കൂട്ടി ചോറ് കഴിക്കണം, എന്നും അച്ചാറും തൈര് ചമ്മന്തി മുട്ട പൊരിച്ചത് അങ്ങനെ വേണ്ട, ഇച്ചിരി വെറൈറ്റി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോഴും ഞങ്ങൾ പോയി കഴിക്കാം അല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരറിയാമല്ലോ, അശ്വതി ശ്രീനിധി നിധി. അപ്പോൾ എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒൺലി പോസിറ്റീവ് കമൻസ്, നെഗറ്റീവ് കമൻസ് ഒന്നും ഇടരുത്. എല്ലാവരുടെ അടുത്തും പറയണം. ഓക്കെ, അപ്പം ഞങ്ങൾ പോയി ചോറ് കഴിക്കാം അല്ലേ.